ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ടൂർ പോയി, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയി. എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. ആ സമയത്ത് ദാ ഇപ്പോ വരാം എന്ന് പറഞ്ഞ് സൈഡിലൂടെ സ്കൂട്ടാകുന്ന ആൾ നിങ്ങളാണോ? അല്ലെങ്കിൽ ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ അയ്യോ അത് ഡിലീറ്റ് ചെയ്യ്, എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങാറുണ്ടോ? അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ആളുടെ റോളിലേക്ക് മാറുന്ന ആ വ്യക്തി നിങ്ങളാണോ? അതോ ക്യാമറ കാണുമ്പോഴേക്കും എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന കൂട്ടത്തിലാണോ നിങ്ങൾ? ഗാലറിയിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ വന്നാൽ ആദ്യം നിങ്ങൾ അതിൽ തിരയുന്നത് നിങ്ങളുടെ മുഖമാണോ? അത് കണ്ടുകഴിഞ്ഞാൽ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ നിർബന്ധിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ക്യാമറ ഷൈനസ്. അതിനു പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ലോകത്ത് 80% ആളുകളും തങ്ങളുടെ ഫോട്ടോ കാണാൻ താൽപ്പര്യമില്ലാത്തവരാണെന്ന് പഠനങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ് ചിലർ ഫോട്ടോ എടുക്കുന്നതിൽ നിന്ന് ഇത്രയധികം പേടിക്കുന്നത്? നമുക്ക് നോക്കാം. 1. ഫോട്ടോ എടുക്കുമ്പോൾ മറ്റുള്ളവർ എന്റെ പോരായ്മകൾ കാണുമോ? എന്റെ ചിരി ശരിയല്ലേ? എനിക്ക് തടി കൂടുതലാണോ? ഇത്തരം ചിന്തകൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്നു. ഫോട്ടോ എന്നത് എന്നേക്കുമായി നിലനിൽക്കുന്ന ഒന്നായതുകൊണ്ട് മോശമായി പോയാൽ അത് വലിയൊരു നാണക്കേടായി പലരും കരുതുന്നു. 2. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കൈ എവിടെ വെക്കണം? എങ്ങനെ നോക്കണം? ചിരിക്കണോ അതോ ഗൗരവത്തിൽ നിൽക്കണോ? ഈയൊരു കൺഫ്യൂഷൻ കാരണം ഫോട്ടോയിൽ നമ്മൾ വല്ലാതെ സ്റ്റിഫായി പോകുന്നു. ആ ഒരു ചമ്മൽ ഒഴിവാക്കാൻ എളുപ്പവഴി ഫോട്ടോ എടുക്കാതിരിക്കുന്നത്. 3. ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവരും പെർഫെക്റ്റാണ്. ആ ഒരു ഫിൽറ്റർ ലോകത്ത് നമ്മുടെ സ്വാഭാവികമായ ഫോട്ടോകൾ കാണുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കുറയുന്നു. മറ്റുള്ളവർ എന്നേക്കാൾ സുന്ദരന്മാരാണല്ലോ എന്ന ചിന്ത നമ്മളെ ക്യാമറയിൽ നിന്ന് ഓടിയൊളിക്കാൻ പ്രേരിപ്പിക്കുന്നു. 4. ഇന്നത്തെ കാലത്തെ 4K ക്യാമറകളും സൂം ലെൻസുകളും. മുഖത്തെ ചെറിയൊരു പാടോ അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ വരുന്ന ചുളിവുകളോ പോലും ക്യാമറ ഒപ്പിയെടുക്കും എന്ന ഭയം. മറ്റുള്ളവർ എന്നെ ജഡ്ജ് ചെയ്യുമോ എന്ന പേടിയാണ് പലരെയും ഫോട്ടോയിൽ നിന്ന് അകറ്റുന്നത്. 5. പലപ്പോഴും ഫോട്ടോ എടുക്കാത്തതിന് പിന്നിൽ പഴയ ചില ഓർമ്മകൾ ഉണ്ടാകാം. സ്കൂളിൽ പഠിക്കുമ്പോഴോ മറ്റോ എടുത്ത ഏതോ ഒരു മോശം ഫോട്ടോയുടെ പേരിൽ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടാകാം. നീ ഒട്ടും ഫോട്ടോജനിക് അല്ല എന്ന ആ ഒരു കമന്റ് മതി ജീവിതകാലം മുഴുവൻ ക്യാമറയെ കാണുമ്പോൾ ഭയം തോന്നാൻ. ഇനി ഇതെങ്ങനെ മാറ്റിയെടുക്കാം? ക്യാമറയെ പേടിയില്ലാതെ നേരിടാൻ ചില സിമ്പിളായ വഴികളുണ്ട്. 1. സെൽഫികളിലൂടെ തുടങ്ങുക. മറ്റൊരാൾ എടുക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മളെ തന്നെ പകർത്താൻ എളുപ്പമാണ്. 2. നിങ്ങളുടെ ആംഗിൾ മനസ്സിലാക്കുക. നമ്മുടെ മുഖത്തിന്റെ ഒരു സൈഡ് മറ്റേതിനേക്കാൾ ഫോട്ടോജനിക്കായിരിക്കും. അതൊന്ന് പരീക്ഷിച്ചു നോക്കുക. എല്ലാവർക്കും ഒരു ബെസ്റ്റ് സൈഡ് ഉണ്ടാകും. അത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കണ്ടെത്തുക. 3. ക്യാമറയെ നോക്കാതിരിക്കുക. ക്യാമറ ലെൻസിലേക്ക് നേരിട്ട് നോക്കുന്നതിന് പകരം അല്പം മാറി നോക്കുന്നത് കൂടുതൽ സ്വാഭാവികമായ ഫോട്ടോകൾ ലഭിക്കാൻ സഹായിക്കും. 4. കാൻഡിഡ് ഫോട്ടോകൾ. പോസ്റ്റ് ചെയ്യുന്നതിന് പകരം സംസാരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ അറിയാതെ എടുക്കുന്ന ഫോട്ടോകൾക്ക് ഭംഗി കൂടുതലായിരിക്കും. 5. കണ്ണുകൾ കൊണ്ട് ചിരിക്കുക. ചുണ്ടുകൾ കൊണ്ട് മാത്രം ചിരിക്കാതെ കണ്ണുകളിൽ ആ സന്തോഷം കൊണ്ടുവരിക. ഇതിനെ ഡുഷൻ സ്മൈൽ എന്ന് പറയുന്നു. അവസാനമായി ഒരു കാര്യം. ഒരു 20 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തെ കുരുവോ മുടി കൊഴിഞ്ഞതോ അല്ലെങ്കിൽ പഴയ ഫാഷൻ വസ്ത്രമോ ആയിരിക്കില്ല നിങ്ങൾ കാണുക. പകരം അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആ ദിവസത്തെ സന്തോഷത്തെയുമായിരിക്കും. ഫോട്ടോകൾ നമുക്കു വേണ്ടിയല്ല, ഭാവിയിലെ നമ്മുടെ ഓർമ്മകൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ആ ഓർമ്മകളിൽ നിന്ന് സ്വയം വെട്ടിമാറ്റാതിരിക്കൂ. അടുത്ത ഫോട്ടോയിൽ നിങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ ആ ക്യാമറ ഷൈയായ സുഹൃത്തിന് അയച്ചുകൊടുക്കൂ. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.